വലിയൊക്കെ ഇപ്പൊ കിട്ടിയുള്ള റാപ്പിംഗ് പേപ്പറാണ്. ഇതിന്റെ പാക്കിംഗ് ഒരു രക്ഷയില്ല. ഇങ്ങനെ ഒരു പാർസൽ റിസീവ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഞങ്ങളെ പോലെയുള്ള പ്രവാസികൾക്ക് മാത്രമേ മനസ്സിലാവൂ. അതെ, ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു കൊറിയർ ഞങ്ങളുടെ വീട്ടുകാർ അയച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ്. പക്ഷേ ഇപ്രാവശ്യം ഒരു ചേഞ്ചിനായി അവര് ഫ്ലീറ്റ്കോ ഇന്റർനാഷണൽ കൊറിയേഴ്സ് വഴിയാണ് ഞങ്ങൾക്ക് ഈ ഒരു പാർസൽ അയച്ചിട്ടുള്ളത്. ആ ഒരു ബോക്സ് തുറന്നപ്പോൾ തന്നെ ആദ്യം അടിച്ച നമ്മുടെ നാടിന്റെ മണമാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കാണുമ്പോൾ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് അവര് പാക്കിംഗ് ആണ്. ആ കാണുന്ന പാനിപൂരി പോലും അവര് ക്ലിംഗ് റാപ്പ് ചെയ്തിട്ടാണ് വെച്ചിരുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ടുണ്ടായിരുന്ന കുക്കറും അതിനകത്തുണ്ട്. പക്ഷെ ഞാൻ ഇതിനൊന്നുമല്ല വെയിറ്റ് ചെയ്തിരുന്നത്. ഈ കാണുന്ന ഉണക്ക കപ്പയൊക്കെ ഇവിടെ കിട്ടിയാലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു സാധനത്തിന്റെ രുചിയും ഇവിടുത്തെ കപ്പയ്ക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ സന്തോഷത്തിന്റെ റീസൺ ഉണക്കക്കപ്പയാണെങ്കിൽ ഇതിരുടെ സന്തോഷത്തിന്റെ റീസൺ ഈ കാണുന്ന ഡെയറി മിൽക്ക് ആണ്. അവന് ഇവിടെ ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഡെയറി മിൽക്ക്. പിന്നെ അവരുടെ പാക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞതാ, ഇത്രയും ബബിൾ റാപ്പ് ആണ് ആ ഒരു ബോക്സ് പൊട്ടിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബോക്സ് അൺബോക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഏകദേശം രാത്രി. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഇതിനെ കിൻഡർ ഗാർഡനിലാക്കിയിട്ടാണ് ഞാൻ നേരെ ബൊണാർക്കയ്ക്ക് പോയത്. കുറച്ച് മീൻ മേടിക്കാൻ നമ്മുടെ ഉണക്കക്കപ്പയുടെ. എന്നെ പോലെ തന്നെ ഒരാൾ ഇവിടെ കട്ട വെയിറ്റിംഗ് ആണ്. ആ മീൻകറിയും കൂട്ടി കുറച്ച് ചോറ് കഴിക്കാൻ. അപ്പൊ ഈ കാണുന്നതാണ് നമ്മൾ ഇന്നത്തേക്ക് സെറ്റ് ചെയ്തിട്ടുള്ള ലഞ്ച്. ഉണക്കക്കപ്പ കറിയാക്കിയത്, അതിന്റെ കൂടെ മീൻകറിയും മോര് കാച്ചിയത്, നല്ല മത്തി ഫ്രൈ. പ്ലേറ്റ് കാണാൻ എന്തൊരു ഭംഗി. ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും പോയി അത് കാലിയാക്കിയിട്ട് വരട്ടെ. നമുക്ക് പുതിയൊരു വീഡിയോ പിന്നെ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.